ഡിവൈഎഫ്ഐ മുൻ നേതാവ് ജിനേഷ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക്. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജിനേഷ് പാർട്ടി വേദികളിലേക്ക് മടങ്ങിയെത്തുന്നത്. പ്രവർത്തകർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. മണ്ണാർക്കാട് ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റികളുടെ ജാഥ ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വീണ്ടും സജീവമായത്. കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ രാജ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടുന്നു, വസ്ത്രത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്ന സംഭവങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. മുൻ എംഎൽഎയും CPM നേതാവുമായ PK ശശിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ജിനേഷ് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. ഈ വിഷയങ്ങൾ കാരണം പാർട്ടി വേദികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അദ്ദേഹം ഏറെക്കാലം അപ്രത്യക്ഷനായിരുന്നു. മണ്ണാർക്കാട് പാർട്ടിക്കുള്ളിൽ PK ശശിക്കുള്ള സ്വാധീനം കുറഞ്ഞതാണ് ജിനേഷിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതെന്നാണ് സൂചന. പാർട്ടി നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾ ജിനേഷിന് അനുകൂലമായെന്നാണ് വിലയിരുത്തൽ. നിങ്ങൾക്ക് കേരളത്തെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്തരം ജാതി കോമരങ്ങളെ, ഇത്തരം വർഗീയവാദികളെ ഒരല്പം മാറ്റി നിർത്തുക എന്ന കേരളത്തിന്റെ പൊതുവായ ബോധത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഒരു തർക്കവും വേണ്ട, മോഹൻലാലിന്റെ സിനിമയുടെ പേര് നിങ്ങൾക്ക് ഇനിയും തുടരും. എങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് നിങ്ങൾക്ക് വീണ്ടും തുടരാൻ പറ്റും. കുമരമ്പത്തൂർ ആക്കിപ്പാടത്ത് നിന്ന് പയ്യരടം വരെ നടന്ന ഡിവൈഎഫ്ഐ ജാഥയിലാണ് ജിനേഷ് ഉദ്ഘാടകനായി പങ്കെടുത്തത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. 15 തീയതി വൈകുന്നേരം 4 മണിക്ക് മണ്ണാർക്കാട് ടൗണിൽ CPIM-ന്റെ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി സഖാവ് ശ്രീരാജ് വെള്ളപ്പാടം, CCN മണ്ണാർക്കാട്.